ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു കൃഷിയാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ചെടി നമുക്ക് കണ്ടാൽ മനസ്സിലാവും, കൂർക്കലാണ്. കൂർക്കൽ കൃഷി ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. കൂർക്കൽ നമ്മൾ കളക്ട് ചെയ്ത് എങ്ങനെ നടാമെന്നുള്ളതൊക്കെ വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്ത് നിറയെ നമ്മൾ കഴിഞ്ഞ വർഷം കൂർക്കൽ കൃഷി ചെയ്ത ഭാഗമാണ്. അപ്പം ഇവിടെ എല്ലാം കൂർക്കൽ നിറയെ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കിയാൽ മനസ്സിലാവും, ഇതൊക്കെ കൂർക്കലിൻ്റെ തൈകളാണ്. അപ്പോൾ ഈ തൈകളൊക്കെ പറിച്ച് നമുക്ക് പുതുതായിട്ട് പ്ലാന്റ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് പ്ലാന്റ് ചെയ്യാം, അതേപോലെ ഏതൊക്കെ രീതിയിൽ ഇതിൻ്റെ കെയറിങ്ങൊക്കെ നോക്കാം. കൂർക്കലിൻ്റെ ഇതേപോലെ അത്യാവശ്യം നീളം വെച്ചിട്ടുള്ള തലഭാഗങ്ങൾ നമ്മൾ മുറിച്ചെടുത്താണ് കൂർക്കൽ കൃഷി ചെയ്യാറ്. ഇത്തരത്തിൽ തൈകൾ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊന്നുകിൽ നമ്മൾ മുന്നേ കൃഷി ചെയ്ത ഭാഗത്ത് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിറയെ വിത്തുകളുണ്ടാവും. നമ്മൾ എടുക്കാൻ വിട്ടുപോയതും അല്ലെങ്കിൽ പാകി കൊടുത്തതായിട്ടുള്ള നിറയെ വിത്തുകളുണ്ടാവും. അപ്പോൾ ഈ വിത്തുകളൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ മുളച്ച വിത്തുകൾ ഇതേപോലെ തൈകൾ നമ്മൾ കളക്ട് ചെയ്ത് അതാണ് നട്ടു കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തടമെടുക്കുന്നത് എങ്ങനെ നോക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ നമ്മൾ മരച്ചീനി കൃഷിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നിറയെ മരച്ചീനികളുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കൂർക്കൽ തൈകളും അതേപോലെ മറ്റ് കളകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കളകളൊക്കെ നമ്മൾ പറിച്ച് ഒഴിവാക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതേപോലെ വളർന്നു വന്നിട്ടുള്ള കൂർക്കൽ തൈകൾ മാറ്റി നടാൻ പോവാണ്. അപ്പോൾ നട്ട് ഏകദേശം 4-5 മാസം ആകുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ വിളവെടുക്കാൻ പറ്റും. കൂർക്കൽ കൃഷി വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കൃഷി രീതി തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മളെ കയ്യിൽ ഇത്തരത്തിൽ തൈകളില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ കൂർക്കൽ കടയിൽ നിന്ന് വാങ്ങുന്ന കൂർക്കൽ മണ്ണിൽ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതേപോലെ തൈകളായി കിട്ടും. പെട്ടെന്ന് മഴക്കാലത്ത് പെട്ടെന്ന് വളരുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ എങ്ങനെ നമുക്ക് തടമെടുക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ കഴിഞ്ഞ വർഷം ഇതേപോലെ കൃഷി ചെയ്തായിരുന്നു. പിന്നീട് കൂർക്കലെടുത്തതിന് ശേഷം നമ്മൾ മധുരക്കിഴങ്ങ് വള്ളിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നിറയെ മധുരക്കിഴങ്ങ് വള്ളി പടർന്നു വന്നിട്ടുണ്ട്. ഇനി ഇത് വിളവെടുക്കാനായിട്ടുണ്ട്. വിളവെടുത്ത് കഴിഞ്ഞാൽ ഇതിലും നമ്മൾ കൂർക്കൽ തന്നെയാണ് നട്ടു കൊടുക്കാൻ പോകുന്നത്. ഇത് ചുവപ്പ് നിറത്തിലുള്ള മധുരക്കിഴങ്ങാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. അത്യാവശ്യം കിഴങ്ങുകളുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ അത്യാവശ്യം വളങ്ങളും ചാണകപ്പൊടി വെണ്ണീരൊക്കെ ഇട്ട് കൊടുത്തതായിരുന്നു. പിന്നെ എല്ലായിടത്തും ഉള്ള പോലെ തന്നെ നമ്മളെ മരച്ചീനിക്കും പന്നി ശല്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം വരാറില്ലാന്ന് തോന്നുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേയൊക്കെ ഇതിൽ കുറച്ച് കിഴങ്ങുകളൊക്കെ വന്ന് മാന്തി തിന്നു പോയിട്ടുണ്ട്. ഇത് പിന്നെ നമ്മൾ നട്ട് ഏകദേശം 2 മാസത്തോളമായിട്ടുള്ള മരച്ചീനികളാണ്. അതിൽ നമ്മൾ പയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. പയറും അത്യാവശ്യം വളർന്നു വന്നിട്ടുണ്ട്. സാധാരണ കുറ്റിപ്പയറാണ്. നമ്മൾ അതിൻ്റെ ഇലകളൊക്കെ തോരൻ വയ്ക്കാനും അതേപോലെ പയർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കുകയും ചെയ്യാം. അതൊക്കെയാണ് നമ്മൾ മണ്ണിളക്കിയിട്ട് കൂർക്കൽ നടാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ആദ്യം പുല്ലൊക്കെ നമ്മൾ മാറ്റി മണ്ണൊന്ന് പൊടിച്ചെടുക്കുക. പിന്നീട് അതിൽ മണ്ണിൽ വെണ്ണീര് മിക്സ് ചെയ്തിട്ടാണ് അതിലാണ് നമ്മൾ നട്ട് കൊടുക്കുന്നത്. ഇതേപോലെ നമ്മൾ മണ്ണിളക്കി തടം കൂട്ടി കൊടുത്തിട്ടുണ്ട്. 2-3 ഇടങ്ങളിലായി. കുറച്ചുകൂടി നമുക്ക് ചെയ്തെടുക്കാനുണ്ട്. ഇതിപ്പം വെണ്ണീര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെണ്ണീരിട്ടിട്ടാണ് നമ്മൾ തടം എടുത്തിട്ടുള്ളത്. മണ്ണ് നല്ല രീതിയിൽ പൊടിച്ചു കൊടുക്കുക. അതേപോലെ വെണ്ണീരോ ചാണകപ്പൊടിയോ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലാണ് നമ്മൾ തൈ നടാൻ പോകുന്നത്. ഇനി തൈ കളക്ട് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. കൂർക്കൻ്റെ തൈയായിട്ട് നമ്മൾ എടുക്കുന്നത് ഇതിൻ്റെ തലഭാഗമാണ്. ഇതേപോലത്തെ വാർച്ചെത്തിയിട്ടുള്ള തണ്ടുകൾ ഇതേപോലെ മുറിച്ചെടുത്താൽ മതി. ഒന്നുകിൽ കൈയിനോണ്ടോ അല്ലെങ്കിൽ ബ്ലേഡിനോണ്ടോ മുറിച്ചെടുക്കാം. എന്നിട്ട് ഇതാണ് നമ്മൾ മണ്ണിലേക്ക് നട്ടു കൊടുക്കുന്നത്. ഇതേപോലെ കുറച്ച് നമ്മൾ കളക്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ തവാരങ്ങളിലും ഇതേപോലെ തടത്തിൽ നമ്മൾ നട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ നമുക്ക് മണ്ണിട്ടിട്ട് വീണ്ടും വളം ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ കളക്ട് ചെയ്തിട്ട് ഇതേപോലെ തണ്ടുകൾ കൂർക്കയിലെ വള്ളികൾ ഇതേപോലെ നട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തടത്തിൽ ഇതേപോലെ മണ്ണ് നീക്കിയിട്ട് തൈ ഇതേപോലെ നമ്മൾ ചരിച്ച് വയ്ക്കുകയാണ് ചെയ്യുക. പിന്നീട് തണ്ടിലേക്ക് മണ്ണിട്ട് കൊടുക്കും. പിന്നെ അടുത്തത് വയ്ക്കും. അതും അതേപോലെ തന്നെ നമ്മൾ വെച്ചതിന് ശേഷം അതിനും മണ്ണിട്ട് കൊടുക്കും. ഇതേപോലെ മൊത്തം കള്ളികൾ നമ്മൾ നിറക്കിയാണ് കൂർക്കൽ നട്ടിട്ട്. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് കൂർക്കലുകൾ. പിന്നെ ഒരു മാസം 1-1.5 മാസം കഴിയുമ്പോഴേക്ക് ഇത് നിറയെ വളർന്നു വരും. ആ സമയത്ത് വീണ്ടും ഇതേപോലെ നമുക്ക് വെണ്ണീരും
മിക്സ് ചെയ്തിട്ടുള്ള മണ്ണ് ഈ തടത്തിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഒന്നുകൂടി നല്ല രീതിയിൽ തഴച്ച് വളരുകയും ചെയ്യും. ഒരു 3-4 മാസം ആകുമ്പോഴേക്ക് കൂർക്കൽ പാകാവും. 4 മാസം കഴിയുമ്പോഴേക്കും നമുക്ക് ഇത് ഇന്ന് കിഴങ്ങുകൾ വിളവെടുക്കാവുന്നതാണ്. ഈ രീതിയിൽ എല്ലാ കൂർക്കലുകളും നമ്മൾ തടത്തിൽ മൊത്തം വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂർക്കൽ കൃഷി. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള തണ്ടുകൾ കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ കൃഷി ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് സീസണാണ്, ഈ സമയത്താണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.